ഞാനിപ്പോൾ നിൽക്കുന്നത് ആനക്കുഴി വല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ പണ്ട് ഒരു സ്വർണം വെട്ടിയ കുഴിയുണ്ടെന്ന്. ആ ഒരു കുഴിക്കരികിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് ഈ പണ്ട് ഈ വനം വകുപ്പൊന്നും ഈ പ്രാബല്യത്തിൽ വരാത്ത കാലഘട്ടത്തിന് മുമ്പാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് എനിക്കറിയില്ല. ആ ഒരു കാലഘട്ടത്തിലായിരിക്കാം. നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഈ ഒരു സ്ഥലം. അതായത് ഈ സ്വർണം വെട്ടിയെടുക്കുന്നത്, അതായത് വൈഡൂര്യങ്ങൾ വെട്ടിയെടുക്കുന്ന ഒരു കുഴിയുണ്ട് ഇവിടെ. അപ്പോൾ ആ ഒരു കുഴിയുടെ തൊട്ട് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിനകത്ത് ഏകദേശം നല്ല ആഴമുണ്ട്. ഇതിനകത്ത് പോയി അങ്ങ് അടിയിൽ പോയി കിടക്കും. ഈ കാണുന്നതുണ്ട്, ഇതൊരു വലിയൊരു കുഴിയാണ്. ഇവിടെ നിന്ന് ഈ വൈഡൂര്യം വെട്ടിയിട്ട് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഭയങ്കര ആഴമാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഗുഹ പോലൊരു സ്ഥലമുണ്ട്. നമ്മൾ ഒരു ദിവസം മുമ്പ് വന്നപ്പോൾ നമ്മൾ അതിലേ കൂടെ അങ്ങ് അകത്ത് ഇറങ്ങിയായിരുന്നു. ഇപ്പോൾ ഇറങ്ങാൻ പോയി. ഇവിടെ ഭയങ്കര കുളയട്ടയും. ഇത് അവൻ നിൽക്കുന്ന ആ ഒരു കുഞ്ഞു പയ്യൻ നിൽക്കുന്ന ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഈ സൈഡ്, പിന്നെ ഈ കാണുന്ന കാടും കാണ്ടാമലയും മൊത്തം ഇതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ്. അപ്പം നമ്മൾ എന്തായാലും ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കാണിച്ചു തരാം. ഇതിലിരിക്കുന്നത് ഈ സ്വർണം വെട്ടിയ കുഴീൻ്റെ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് അബ്രം എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഈ വൈഡൂര്യത്തിൻ്റെ ഒരു ഭാഗമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെട്ടി ഈ പരക്കല്ല്, അതിപ്പോൾ അബ്രത്തിൻ്റെ പാർട്സാണ്. അപ്പോൾ ഇതെല്ലാം വെട്ടി ഉള്ളിലേക്ക് ചെല്ലുമ്പോഴായിരിക്കാം വൈഡൂര്യം ഇരിക്കുന്ന സ്ഥലത്തെത്തുന്നത്. കണ്ടോ, ഇതിലെല്ലാം ഒരുപാട് തിളക്കമുണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇതുപോലെ വനം കൊള്ളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് വൈഡൂര്യം വെട്ടൽ, ഈട്ടിത്തടി കടത്തൽ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും ഇതിലൊന്നും പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അങ്ങനെ പങ്കെടുത്തിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഭൂരിഭാഗം ഞങ്ങളുടെ അപ്പൂപ്പന്മാരൊക്കെ ഇന്ന് വലിയ പണക്കാരായിരുന്നു.